വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 750 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 4 BHK വീട് പരിചയപ്പെടുത്താനാണ്. 5 സെന്റ് സ്ഥലത്ത് 2270 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വിശാലമായ ഒരു യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 750 മീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും, കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 17 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 10 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.9 കിലോമീറ്ററും, മെട്രോ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയാണ് ചെയ്തിരിക്കുന്നത്. 5 മീറ്ററോളമുള്ള ടാർ റോഡാണ് വില്ലയ്ക്ക് ഫ്രണ്ടിലായിട്ട് വരുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് റോഡിനായി ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് പ്ലാന്റർ ബോക്സോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.2 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 15.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇന്നർ വോളിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിന് LED സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും ഈ വീടിന് അവൈലബിൾ ആണ്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും 9.5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളും പെബിൾസുമാണ് പിരിച്ചിരിക്കുന്നത്. സൈഡിലായിട്ട് പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് പിരിച്ചിരിക്കുന്നത്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 4.5 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട് ഇവിടെ ഒരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തേക്ക് വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളും മെറ്റലുമാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കാം. ഓൾറെഡി 2 കിച്ചൺ ഉള്ളിലായിട്ടുണ്ട്. വീടിൻ്റെ 4 സൈഡിലും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിനായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് വരുന്ന പില്ലറുകളെ തമ്മിൽ കണക്ട് ചെയ്ത് സ്ക്വയർ ടോപ്പ് ഡിസൈൻ വരുന്നുണ്ട്. സെയിം ഡിസൈൻ തന്നെ കാർ പോർച്ചിൽ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനും വലുപ്പമുള്ളൊരു ഹാൻഡിലും ഈ ഒരു മെയിൻ ഡോറിന് നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിംഗ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. അതിവിശാലമായ ഈ ഒരു ലിവിംഗ് സ്പേസിന് വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വോളിലായിട്ടാണ് TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും CNC കട്ടിംഗ് ഡിസൈൻസും എല്ലാം നൽകിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വോളിലായിട്ട് അത്യാവശ്യം ഡക്കർ സ്പേസും അതിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പാർട്ടീഷൻ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഡക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റും എല്ലാം ഈ ഒരു പാർട്ടീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഭാഗത്തെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സ്പോട്ട് ലൈറ്റും LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടും ഈ പാർട്ടീഷനെ കണ്ടിന്യൂ ചെയ്ത് നമുക്കൊരു പാനലിംഗ് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 14 അടി നീളവും 13 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലെല്ലാം തന്നെ ഭംഗിയുള്ള വോൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് പാർട്ടീഷനും വരുന്നുണ്ട്.
ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചണിൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു പാനലിംഗ് വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡെക്ക സ്പേസ് വരുന്നുണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പൺ ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ സ്പേഷ്യസ് ആയ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബോക്സുകൾ വരുന്നുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സ്പോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ സെക്കൻഡ് കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള കൗണ്ടർ സ്പേസും വലുപ്പമുള്ള സിംഗിൾ ടാപ്പും വരുന്നുണ്ട്. കൂടാതെ വാട്ടർ പ്യൂരിഫയറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജും ഓപ്പൺ ബോക്സും പവർ പോയിന്റും എല്ലാം തന്നെ ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. സീലിംഗിൽ LED സ്പോട്ട്ലൈറ്റ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11.5 അടിയേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട്ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു വാളിനോട് ചേർന്ന് തന്നെ വലുപ്പമുള്ളൊരു വാൾ ഡ്രോവും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ്സ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെയും ഒരു വാളിനോട് ചേർന്ന് വലുപ്പമുള്ളൊരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സൊമനയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനും എക്സ്പോസ്റ്റ് ഫാൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്തിലേക്ക് താഴെ മുകളിലുമായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിലും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റാണ് വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട്ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 2 സിംഗിൾ ഡോർ വിൻഡോകൾ വീതമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സോമനയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നോർത്തിലേക്ക് പർഗോളകൾ നൽകി സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്.
5 സെന്റ് സ്ഥലത്ത് 2270 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിങ്ങും യൂട്ടിലിറ്റി സ്പേസും എല്ലാം സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും പ്ലോട്ടുകൾ വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.